ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Manu ഫാക്ടർ. നമുക്കൊരു സ്മോക്ക് മേക്കിംഗ് മെഷീൻ ഉണ്ടാക്കിയാലോ? നമ്മൾ DJ പാർട്ടീസിലും സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ സ്മോക്ക് മേക്കിംഗ് മെഷീൻ? അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്മോക്ക് മെഷീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഈ കാണുന്നത്. ഇത് ഹീറ്റിംഗ് എലമെൻ്റ് ആണ്. അതായത് നമ്മൾ സോൾഡറിങ് അയണിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഹീറ്റിംഗ് എലമെൻ്റ് ആണ് ഇത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു 12 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സെറ്റപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ സ്മോക്ക് മെഷീൻ്റെ ടെക്നിക്ക് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഹീറ്റിംഗ് എലമെൻ്റ് അകത്തുള്ള സെറ്റപ്പ്. ഇത് വേറെ ഒന്നുമല്ല, ഒരു ബോർഡിൽ ചുമ്മാ നിക്രോം വയർ ഇങ്ങനെ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 12 വോൾട്ടിൽ നന്നായിട്ട് ചൂടാവുന്ന അത്രയും ഭാഗം മാത്രം മതി നമുക്ക്. അപ്പോൾ അത്രയും വെച്ച് നോക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. 12 വോൾട്ടിൽ കറക്റ്റായിട്ട് ഇത് കിട്ടാനായിട്ട് നമ്മൾ ഒരു 12 വോൾട്ട് അഡാപ്റ്ററിൽ നിന്നുള്ളൊരു പ്ലസും മൈനസും എടുത്തിട്ട് നമ്മളിത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എത്രയും ഭാഗത്താണോ നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് വരുന്നത് അത്രയും ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇത്ര എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 12 വോൾട്ടിൽ ഇത് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ആ ഹീറ്റിംഗ് എലമെൻ്റ് അകത്തേക്ക് വെച്ചിട്ട് പഴയ പോലെ ഒന്ന് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ എലമെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആ സംഭവം. അപ്പോൾ നമ്മൾ ഇതാണ് ഹീറ്റിംഗ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ്ബോർഡ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഹീറ്റിംഗ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഹീറ്റിംഗ് എലമെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അതിനകത്ത് ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാണ്. എന്നിട്ട് ആ അലുമിനിയം ഫോയിലിൻ്റെ മുകളിലാണ് നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഹീറ്റിംഗ് എലമെൻറ്റിന് ചുറ്റും നമ്മൾ പഞ്ഞി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ പഞ്ഞിയില്ലേ, ഈ കോട്ടൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാനുണ്ട്. ഹോട്ട് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ഈ സംഭവം ഇതിനകത്തേക്ക് ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഈ ഹീറ്റിംഗ് എലമെൻറ്റ് നമ്മൾ കോട്ടൺ വെച്ച് കവർ ചെയ്തിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. കോട്ടൺ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതേ ഒരു 12 വോൾട്ടിൻ്റെ DC ഫാൻ എടുത്തിട്ടുണ്ട്. ഈ ഫാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു സൈഡിൽ ഒട്ടിക്കാം. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളിതേ ഒരു 12 വോൾട്ടിൻ്റെ ഫീമെയിൽ കണക്ടർ ഉണ്ട്, ഒരു സ്വിച്ചും ഉണ്ട്. നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. നമ്മളിവിടെ കോമൺ കണക്ഷനാണ് കൊടുക്കുന്നത് കേട്ടോ. സ്വിച്ചിൽ നിന്നുള്ള ഒരു കണക്ഷൻ എടുത്തിട്ട് ഫാനിലേക്കും ആ ഹീറ്റിംഗ് എലമെൻറ്റിലേക്കും കോമൺ ആയിട്ട് കൊടുക്കുകയാണ്. ഇനി ഫാനുള്ള ഭാഗം നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം, ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒട്ടിക്കുന്നില്ല, നമ്മളിങ്ങനെ ടേപ്പൊക്കെ വെച്ചിട്ട് ടെമ്പററി ആയിട്ട് ഒട്ടിക്കുന്നുള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സംഭവം ഒഴിക്കാനുണ്ട്, സ്മോക്ക് വരാനുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാനുണ്ട്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിനാണ് നമ്മൾ ആ ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒരു സിറിഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗ്ലിസറിൻ ചൂടാകുമ്പോൾ വരുന്ന ഒരു വേപ്പർ അല്ലെങ്കിൽ ആ സ്മോക്ക് നമുക്ക് ഹാംഫുൾ ഒന്നുമല്ല. സപ്ലൈ കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംഭവം ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ നിന്ന് സ്മോക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ഹീറ്റിംഗ് എലമെൻറ്റൊക്കെ ഒന്ന് ചൂടായി ഗ്ലിസറിനൊക്കെ ഒന്ന് സ്മോക്കായിട്ട് വരാനായിട്ട് ഒരു 2-3 മിനിറ്റ് ടൈം എടുക്കും. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് സ്മോക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് നല്ല രീതിയിൽ നമുക്ക് സ്മോക്ക് വരും.
അങ്ങനെ നമ്മുടെ സ്മോക്ക് മെഷീൻ്റെ ലൈറ്റൊക്കെ കൊടുത്ത് സുന്ദരക്കുട്ടപ്പനാക്കി നമ്മൾ ഹാളിൽ ഇരുത്തിയിട്ടുണ്ട്. നമ്മളിതൊന്ന് വർക്ക് ചെയ്ത് നോക്കി 15-20 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ സ്മോക്ക് വരുന്നുണ്ട്. ഗ്ലിസറിൻ അതിനകത്തുള്ളത് വേപ്പറായി കഴിയുമ്പോൾ നമുക്കതിനകത്ത് സ്മോക്ക് കുറയും. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്ലിസറിൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. ബൈ.